നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ജല്ലിക്കെട്ടിൽ വഴി തേടി. വഴിത്തിരിവിലായ ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിൽ തുടർ നടപടി തേടി സർക്കാർ. ജല്ലിക്കെട്ടിനായി നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി ഒ പനീർശെൽവം. ഇതിനായുള്ള കരട് ബിൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും പ്രക്ഷോഭകർക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. അതേസമയം രാവിലെ മുഖ്യമന്ത്രി പനീർശെൽവം ഉദ്ഘാടനം ചെയ്യാനിരുന്ന മധുര അളങ്കാനെല്ലൂരിലെ ജല്ലിക്കെട്ട് പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു. എന്നാൽ തിരുച്ചിറപ്പള്ളി, മണപ്പാറ, പുതുക്കോട്ടെ എന്നിവിടങ്ങളിൽ ഓർഡിനൻസ് ഇറങ്ങിയതിനെ തുടർന്ന് ജല്ലിക്കെട്ട് നടന്നു. സമരക്കാർ ആവശ്യപ്പെടുന്നത് 1968 കേന്ദ്ര മൃഗസംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി. നിയമം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിരോധിച്ചത് 3 വർഷം മുൻപ് 2014. താൽക്കാലിക അനുമതിക്ക് പകരം സ്ഥിരം നിയമവ്യവസ്ഥയ്ക്ക് വഴിതേടി തമിഴ്നാട് വീണ്ടും കേന്ദ്രത്തിന് മുന്നിലേക്ക്. ദുരന്തത്തിന്റെ പാളങ്ങൾ. ആന്ധ്രയിൽ ട്രെയിൻ പാളം തെറ്റി മരിച്ചവരുടെ എണ്ണം 36ആയി. ജഗ്ദൽപൂരിൽ നിന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിലേക്ക് പോയ ഹിരാഖണ്ഡ് എക്സ്പ്രസ് പാളം തെറ്റി മറിഞ്ഞത് അർദ്ധരാത്രിയോടെ. വിജയനഗരം ജില്ലയിലെ കുനേരു സ്റ്റേഷന് സമീപം ട്രാക്ക് തെറ്റിയത് 9 ബോഗികൾ. മരണസംഖ്യ ഉയർന്നേക്കും. അപകടം സംഭവിച്ചത് അർദ്ധരാത്രിയോടെ ആയതിനാൽ രക്ഷാപ്രവർത്തനം വൈകിയതായി റിപ്പോർട്ട്. പരിക്കേറ്റ ആശുപത്രികളിലുള്ളത് 50ഓളം പേർ. അപകട കാരണം അവ്യക്തമെന്ന് സംസ്ഥാന സർക്കാരും. അട്ടിമറി സംശയിക്കുന്നതായി റെയിൽവേയും. നക്സലേറ്റ് സാന്നിധ്യം ശക്തമായ മേഖലയിൽ തീവ്രവാദികൾ റെയിൽപാളം തകർത്തിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. റിപ്പബ്ലിക് ദിനത്തിന് തൊട്ടുമുൻപ് നടന്ന സംഭവത്തിൽ വിശദാംശങ്ങൾ തിരഞ്ഞ് ആഭ്യന്തര മന്ത്രാലയം. ദുരന്തത്തിൽ പ്രധാനമന്ത്രിയുടെ അനുശോചനം. സഖ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യ ചർച്ചയിൽ ഇടപെട്ട സോണിയ. സീറ്റ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കാൻ അഹമ്മദ് പട്ടേലിന് നിർദ്ദേശം. സംസ്ഥാനത്ത് 105 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ്. നിലപാട് അഖിലേഷ് യാദവ് അംഗീകരിച്ചേക്കുമെന്ന സൂചന. തർക്കം നിലനിൽക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ. കോൺഗ്രസിന്റെ ചില സിറ്റിംഗ് സീറ്റുകളിൽ SP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും സഖ്യ ചർച്ചകൾ വഴിമുടക്കി. ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ മണ്ഡലങ്ങളിൽ സോണിയയുടെയും രാഹുലിന്റെയും അമേഠി, റായ്ബറേലി സീറ്റുകളും. അതേസമയം സഖ്യ ചർച്ചയുടെ ഫലം എന്തായാലും പാർട്ടിയെ ബാധിക്കാൻ പോകുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ. സമാജ്വാദി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമെന്ന് BSP നേതാവ് മായാവതി. ഒന്നാമനും പുറത്ത്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ അട്ടിമറി തുടരുന്നു. നൊവാക് ദ്യോക്കോവിച്ചിന് പിന്നാലെ ലോക 1-ാം നമ്പർ താരം ആൻഡി മറേയും പുറത്ത്. പ്രീ ക്വാർട്ടറിൽ മറയെ അട്ടിമറിച്ചത് ലോക റാങ്കിങ്ങിൽ 50-ാം സ്ഥാനത്തുള്ള മിസ്ച സൊറേവ്. 2009 ശേഷം ഓസ്ട്രേലിയൻ ഓപ്പണിൽ ക്വാർട്ടർ കാണാതെ മറെ പുറത്താകുന്നത് ഇതാദ്യം. നിലവിലെ ചാമ്പ്യനായ ദ്യോക്കോവിച്ചിനെ കഴിഞ്ഞ ദിവസം 2-ാം റൗണ്ടിൽ അട്ടിമറിച്ചത് ലോക റാങ്കിങ്ങിൽ 117-ാം സ്ഥാനത്തുള്ള ഉസ്ബെക്കിസ്ഥാൻ താരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2760 രൂപ, പവൻ 22,080 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.